കേരളത്തിന് ആവശ്യമില്ലെന്ന് സുരേഷ് ഗോപി. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണെന്ന് കൂടിയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെ ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പറയുന്നത്. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതി ദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. ആ ഫ്ലഡിൻ്റെ ഒരു ജിയോമെട്രിയും എർഗണോമെട്രിക്സും ഒക്കെ നമ്മൾ പരിശോധിക്കും. 2 ലൈന് കൂടി നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാം. 2 ട്രാക്ക് കൂടി കൊണ്ടുവരാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ മനസ്സിൽ കാണുന്ന അത്രയും ട്രെയിനുകൾ തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇനി ഒരു ട്രെയിൻ പോലും അധികമായിട്ട് തരാൻ വന്ദേ ഭാരതിൻ്റെ ഇൻ്റർമിറ്റൻറ്റ് സർവീസസും അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. സോണൽ കൃഷ്ണ ചേരുകയാണ് വിവരങ്ങളുമായി. സോണൽ, കേരളം അനുഭവിച്ച മഹാപ്രളയം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ അപ്രകാരം വന്നത്. വിവരങ്ങൾ. പ്രധാനമായി കേരളയിൽ വീണ്ടും ചർച്ചയാകുന്ന ഒരു സാഹചര്യം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു പ്രളയം വന്നെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന ചോദ്യത്തോടെയായിരുന്നു. കാരണം പ്രധാനപ്പെട്ടത് പ്രകൃതിയെയും മനുഷ്യരെയും എന്തിന് ദ്രോഹിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കൃത്യമായിട്ട് 2 റെയിൽവേ ലൈന് കൂടി ഇങ്ങോട്ടേക്ക് വരും. അത് നമ്മൾ ആർജവമുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കണം ഇവിടുത്തെ സർക്കാർ, അല്ലെങ്കിൽ ആർജവമുണ്ടെങ്കിൽ മേടിച്ചെടുക്കാം എന്നുള്ള തരത്തിൽ തന്നെ അദ്ദേഹം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ട്രാക്ക് കൂടി വരികയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന അത്രയും ട്രെയിൻ സർവീസുകൾ ഇവിടെ വരും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു സംവിധാനം നമുക്കുണ്ട്. പിന്നെ എന്തിനാണ് പ്രകൃതിയെയും മനുഷ്യനെയും ദ്രോഹിച്ചുകൊണ്ടുള്ള വികസനം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം പലവട്ടം ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞതാണ്. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നൊരു പദ്ധതിയാണ് കേരളയിൽ എന്ന ആദ്യഘട്ടത്തിൽ തന്നെ തെളിഞ്ഞതാണ്. പിന്നീടും വാശിയുടെ പുറത്ത് അത് സർക്കാർ അതുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുള്ള ചർച്ചകൾ വരുന്നത്. കാരണം ടൂറിസം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സുരേഷ് ഗോപിക്ക് വരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരും, തൃശ്ശൂരിൽ എന്തൊക്കെ തരത്തിലുള്ള വികസനം കൊണ്ടുവരുമെന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നത്. കാരണം വികസനം കൊണ്ടുവരേണ്ടത് സാധാരണക്കാരിൽ നിന്നാണ്. അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു വികസന പദ്ധതി അത് കൊണ്ടുവരണം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനമായി പറയുന്നത്, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ്. കാരണം 2 ട്രാക്ക് കൂടി ഇനി നമുക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ 3 സിറ്റികളെ വരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സർവീസുകൾ ബസ് റൂട്ട് പോലെ നമുക്ക് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരമൊരു വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഇത്തരമൊരു അവസരങ്ങൾ ഉണ്ടായിട്ട് പിന്നെ എന്തിന് പ്രകൃതിയെയും മനുഷ്യനെയും ദ്രോഹിച്ചുകൊണ്ട് മറ്റു തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു? വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ കേരളത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതികൾ, അതായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വരുമ്പോൾ ചില മാഫിയകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അത്തരം പദ്ധതികൾ കേരളത്തിൽ വരണ്ട എന്ന ഉദ്ദേശം കൊണ്ട് അത്തരം പദ്ധതികളെ മാറ്റി നിർത്തുന്ന, ലാപ്സാക്കി കളയുന്ന തരത്തിലേക്ക് ചിലർ നീങ്ങുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതികരണം വന്നിട്ടുള്ളത്. കാരണം തുടർച്ചയായിട്ട് ഇത്തരം പദ്ധതികൾ, കേന്ദ്ര പദ്ധതികൾ കേരളത്തിലെത്തുമ്പോൾ ലാപ്സാക്കി പോകുന്ന പല സാഹചര്യമുണ്ട്. അത് റെയിൽവേയെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തരം മാഫിയകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് കേന്ദ്ര വികസനം ഇങ്ങോട്ടേക്ക് വരണ്ട, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന രീതിയിലേക്ക്, കേരളം വികസിക്കേണ്ട എന്ന രീതിയിലേക്ക് കേരളത്തിൽ തന്നെ ചിലർ ചിന്തിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പ്രകൃതിയെയും മനുഷ്യരെയും ദ്രോഹിക്കുന്ന അത്തരം പദ്ധതികൾ മാറ്റി നിർത്തുക, നമുക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ, അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പക്കൽ തന്നെ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പൂർണ്ണമായി സാധാരണക്കാരിൽ നിന്ന് തുടങ്ങി കൃത്യമായിട്ടൊരു വികസനം, ആ വികസന പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരണം, അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞതാണ്.